ഒരു ചേച്ചി കുഞ്ഞായി പോയ പോലെയുണ്ട്. പണ്ടത്തെ കാലത്തെ ഒരു ചേച്ചി കുഞ്ഞായി പോയതാ ഇത്. അതെ അതെ, ഇങ്ങനെ ഒന്ന് കറങ്ങിക്ക് എസ്തർക്കുട്ടി, ഇങ്ങനെ കറങ്ങിക്കോ. കാണട്ടെ, കണ്ടോ? ഇതെന്ന് പറയുമ്പോൾ 2 എസ്തർമാർ ഇവിടെ. ഇവിടെ ഒരു എസ്തർ, അവിടെ അതെ അതെ, 2 എസ്തർ. എസ്തർ സ്ക്വയർ. എസ്തറിന് ഇഷ്ടമാണോ? എസ്തറിന് ഇഷ്ടമാണോ? ഭയങ്കര ഇഷ്ടാ. ഭയങ്കര ഇഷ്ടാ. എസ്തറോട് ഇഷ്ടമാണോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. 2 എസ്തർമാരെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതാണ് പാട്ട്. മനസ്സിലായി. ഒരു കാര്യമുണ്ട്, ബാബുക്കയുടെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പാട്ട്. ഇത് ബാബുക്ക നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, ആ രീതിയിലാണ്. അല്ലെ, തമ്പി സാറാണ് ലിറിക്സ് എഴുതിയിരിക്കുന്നത്. മീനുകൂടാ, ഈ പാട്ടിന്റെ നായകന്മാരെന്ന് പറയുന്നത് ഒരാളല്ല, 2 പേരുണ്ട്. അത് അവിടെ നോക്കിട്ട് പറയണം ആരാണെന്ന്. തബല. ഈ പാട്ടിൽ പറയുന്നത് തബല കൊട്ടി എന്ന്. ശരിക്കും തബല എന്നുള്ള വാക്ക് സാധാരണ പാട്ടുകളിൽ ഉണ്ടാവാറില്ല. ഞാൻ വളരെ കുറച്ച് എന്റെ ഒരു പാട്ട്, ഹലോ മിസ്റ്റർ റോമിയോ മാസ്റ്റർ, വെരി റൊമാൻറ്റിക് സ്റ്റാർ, കസറിടാം കച്ചേരി ഗസല് പാടണം, തബല ദിനം. തബല അതിൽ വന്ന് അതിൽ ഗിരീഷേട്ടൻ എഴുതുക. അതിൽ ഈ തബല കൊട്ടി എന്ന് പ്രത്യേകിച്ചും പാട്ടിൽ എഴുതുക എന്ന് പറഞ്ഞാൽ അത് വളരെയധികം ധൈര്യം വേണം അങ്ങനെ എഴുതാൻ. അത് എഴുതിയാൽ മാത്രം പോരാ, അത് സംഗീതം ചെയ്യണ്ടേ, തബല കൊട്ടി എന്നുള്ളത്. അപ്പൊ ഈ പാട്ടിൽ അതൊരു വലിയ പ്രത്യേകതയാണ്. അപ്പൊ നമ്മുടെ 2 തബല ഉസ്താദ്മാർക്കും ഒരു ഹായ്, അവർക്ക് നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം. അത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഡീറ്റെയിൽസിൽ പോവാം. സിനിമ ലേഡീസ് ഹോസ്റ്റൽ, ലിറിക്സ് മ്യൂസിക് ബാബുരാജൻ മാസ്റ്റർ, ലിറിക്സ് ശ്രീകുമാരൻ തമ്പി സാർ, പാടിയത് ജാനകി അമ്മ, വർഷം 1973. അപ്പൊ എസ്തറൂട്ടി നന്നായി പാടണേ. അപ്പൊ എസ്തറൂട്ടി പാട്ട് പാടുന്ന സമയത്ത് നമ്മുടെ പ്രേക്ഷകരെല്ലാവരും താഴെ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്തിട്ട് നമ്മുടെ കുഞ്ഞി എസ്തർകുട്ടിക്ക് വോട്ട് ചെയ്യണേ. ഉത്സവമായി
മാർക്കും മതിയോ? മാർക്ക് വേണ്ടേ എസ്തർ കുട്ടിക്ക്? ആ മാർക്കിന് മുമ്പ് ഒരു കാര്യമുണ്ട്, ഒരു തീരുമാനം എടുക്കാനുണ്ട്. ആ, ഒരു തീരുമാനം. ആ. 1 2 തത്തകിടതാ. അങ്ങനെ എസ്തർ കുട്ടിക്ക് ഇന്ന് 98.75 ഔട്ട് ഓഫ് 100. എസ്തർ കുട്ടിയാണ് നമ്മുടെ ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ